എടാ, നീ ആ വീഡിയോ എന്നെ ഒന്ന് കാണിച്ചതാ മോനെ. ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ലല്ലോ. ഓ, അപ്പൊ അമ്മയെ ഞാൻ ആ വീഡിയോ കാണിക്കാത്തത് കൊണ്ടാണോ അമ്മാവന് ഞാൻ ആ വീഡിയോ കാണിക്കാൻ പോയപ്പോ അമ്മേനെ തടഞ്ഞത്? നീ ആ വീഡിയോ ഒന്ന് കാണിക്കച്ചക്ക. കാണും. എന്റെ പ്രണയം ഞാൻ അവനോട് തുറന്നു പറഞ്ഞപ്പോ അവനത് നിരസിച്ചു. അതിനോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, അത് മനസ്സിലാക്കാതെ ഒടുവിൽ എന്റെ കഴുത്തിൽ രാജു താലി കെട്ടിയെന്ന് എനിക്കെല്ലാവരോടും നുണ പറയേണ്ടി വന്നു. അങ്ങനെ മതി കണ്ടത്. അമ്മാവന് ഈ വീഡിയോ കണ്ടിരുന്നെങ്കിലേ ഇപ്പൊ അവൾ ഈ വീട്ടിലുണ്ടായിരുന്നേനെ. അമ്മ വെറുതെ ഇടക്കേറി എല്ലാം നശിപ്പിച്ചു. മോനെ, നിന്റെ കയ്യിലിരിക്കുന്ന ഈ വീഡിയോ ഋതികയുടെയും രാജുവിന്റെയും കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല ആയുധമാണ്. പിന്നെ എന്താ അമ്മ ഈ ആയുധത്തെ തന്നെ പ്രയോഗിക്കാൻ സമ്മതിക്കാത്തത്? അതാണ് നീ മനസ്സിലാക്കേണ്ടേ. രാജുവിന്റെ ആരോഗ്യനില പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അതെ. എന്ന് വെച്ചാ പുരോഗമനം ഉണ്ടെന്നേ ഉള്ളൂ. അവന്റെ അവസ്ഥ ഇത്തിരി മോശം തന്നെയാ. ഈ അവസ്ഥയില് ആകാശം ഇടിഞ്ഞു വീണാലും അവൾ അവനെ വിട്ടുവരില്ല. എല്ലാം അറിയുമ്പോ പ്രതാപന് ദേഷ്യം വരണം. പ്രതാപൻ കുറഞ്ഞത് രാജുവിന്റെ ചെകിട് നോക്കി രണ്ടെണ്ണം പൊട്ടിക്കെങ്കിലും വേണ്ടേ? രണ്ടെണ്ണം പൊട്ടിക്കാനോ? ഓടിച്ചവന്റെ മുട്ടുകാലൊടിക്കണം. എടാ, നേരെ നിൽക്കാൻ ത്രാണിയില്ലാത്തവനെ ആരെങ്കിലും തല്ലുവോ? അതില്ല. അപ്പൊ മനസ്സിലായോ? പ്രതാപനെ നിന്റെ കയ്യിലുള്ള വീഡിയോ കാണിക്കാൻ ഞാൻ എന്തുകൊണ്ടാ സമ്മതിക്കാത്തേന്ന്? മനസ്സിലായമ്മേ. നീ ഒന്ന് വെയിറ്റ് ചെയ്യും മോനെ. നേരെ നിൽക്കാറാവുമ്പോ അവൻ ഇങ്ങോട്ട് തന്നെ വരും. 4 പാർട്ടി പ്രവർത്തകർക്ക് ഇച്ചിരി കാശും കൊടുത്ത് 3 നേരം ബിരിയാണിയും കൊടുത്ത് റെഡിയാക്കി നിർത്തിയേക്ക്. നമ്മള് പ്രതാപനെ വീഡിയോ കാണിക്കുന്ന സമയത്ത് നീ ഒന്ന് കണ്ണു കാണിച്ചാൽ അവന്മാര് രാജുവിനെ കേറി തല്ലണം. തല്ലി കയ്യും കാലും ഒടിക്കുക മാത്രമല്ല, ഇടിച്ചവന്റെ ചങ്കും വാട്ടണം. മനസ്സിലായോ നിനക്ക്? ഇപ്പൊ മനസ്സിലായമ്മേ. കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ മോളിത്? ഏട്ടനൊന്നുമില്ല. പിന്നെന്തിനാ മോള് കരയുന്നേ? ചേച്ചി, അമ്മ എവിടെ? ക്ഷേത്രത്തിലേക്ക് രാവിലെ പോയതാ രാജു, ഇതുവരെ എത്തിയിട്ടില്ല. നീ വന്നേ, വാ. എന്താ ചേച്ചി ഇത്? വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന എന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? നിന്നോട് ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ, പുറത്തേക്ക് എവിടെയെങ്കിലും പോവാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോണോന്ന്. ചേച്ചി, അത് നിനക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞങ്ങൾ കൂടപ്പുറപ്പുകൾ കാണുണ്ടടാ. ചേച്ചി കരയില്ലേ ചേച്ചി? ശ്രീ, മക്കളെ, നിങ്ങളിങ്ങനെ കരഞ്ഞവനെ വിഷമിപ്പിക്കല്ലേ. അവരിങ്ങനെ ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല.
നിങ്ങൾ അവനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പതുക്കെ. ചെറുപ്പത്തിൽ 3 ആളും ഇങ്ങനെയായിരുന്നു. ആരുടെയെങ്കിലും കാലിലൊരു മുള്ളു കൊട്ടാ മതി, ബാക്കി 2 ആൾക്കും അത് സഹിക്കില്ല. അത്താഴത്തിന് രാധമ്മയുടെ ഒരു കൈപ്പിടി അരി വേവിച്ച കഞ്ഞിയാണെങ്കിൽ പോലും വഴക്കില്ലാതെ ഒരുമിച്ച് വളർന്ന കുട്ടികളാ. എന്റെ രാധയുടെയും കാലശേഷം 3 പേരിൽ ആർക്കൊരാവശ്യം വന്നാലും അവരൊന്നിച്ച് നിൽക്കും. ഇതിൽ പല സന്തോഷം എനിക്ക് വേറെന്താ വേണ്ടേ? വേദനയുണ്ടോടാ? ആ കുറച്ച്. ആ ആ ആ വെള്ളം കുടി. ഇനി നീ കുറച്ച് സമയം റെസ്റ്റ് എടുക്കും മോനെ. അച്ഛൻ പോയി ക്ഷേത്രത്തിൽ പോയി അമ്മയെ കൂട്ടിക്കൊണ്ടുവരട്ടെ. ശരി അച്ഛാ. ലതിക മാഡം. എന്താ രാജു? മാഡം ഒന്ന് എവിടെ ഇരുന്നേ? എന്താ രാജു, എന്തു പറ്റി? ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് ലതിക മാഡത്തോട് ചോദിക്കാൻ പറ്റിയില്ല. എന്തിനെ കുറിച്ച്? ലതിക മാഡത്തിന്റെ കയ്യിലുണ്ടോ ആ DNA റിപ്പോർട്ട്? DNA റിപ്പോർട്ടോ? എന്റെ കയ്യിലോ? രാജു എന്തൊക്കെയാ പറയുന്നത്? DNA റിപ്പോർട്ട് രാജുവിന്റെ കയ്യിലായിരുന്നില്ലേ? അയ്യോ മാഡം, അതെന്റെ കയ്യിൽ എനിക്ക് ആക്സിഡന്റ് പറ്റുന്നവരെ ഉണ്ടായിരുന്നോ? അത് ഞാൻ എന്റെ പാന്റിന്റെ പോക്കറ്റിൽ വെച്ചിരുന്ന. ആക്സിഡന്റിന് ശേഷം എനിക്ക് ബോധം വന്നപ്പോ മുതല് അത് എവിടെയാണെന്ന് ഞാൻ തിരയുന്ന. ഞാനോർത്തു ആ റിപ്പോർട്ട് മാഡം എടുത്ത് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടാവുന്നു. ഇല്ല രാജു, ഞാൻ കണ്ടില്ല. ഹോസ്പിറ്റലിൽ വെച്ച് രാജുവിന്റെ റിമൂവ് ചെയ്ത ഡ്രസ്സ് ഞാനാ കയ്യിൽ വാങ്ങിച്ചത്. രാജു പറഞ്ഞതുപോലെ ഒരു റിപ്പോർട്ട് പാൻസിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. ആ, രാജുവിന്റെ ബൈക്കിന്റെ കീ പോക്കറ്റിലുണ്ടായിരുന്നു. എന്നാലും ആ റിപ്പോർട്ട് എവിടെ പോയി കാണും? ദീപകിനെതിരെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ആയുധമായിരുന്നു ആ റിപ്പോർട്ട്. ദീപകിന്റെ DNA സാമ്പിൾ കിട്ടാനായി നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടതാ മാഡം. ഇനിയും ഒരു തവണ കൂടി DNA ടെസ്റ്റ് നടത്താൻ അവന് സമ്മതിക്കില്ല. അത് നടക്കാനും പോകുന്നില്ല. അയ്യോ രാജു, എന്തു പറ്റി? രാജു ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? തലവേദന എടുക്കുന്നുണ്ടല്ലേ രാജു? രാജു പ്ലീസ്, രാജു ഒന്നിനെ കുറിച്ച് ഓർത്ത് ഓവർ സ്ട്രെസ്ഡ് ആവരുത്. മനസ്സ് ശാന്തമാക്കി ഒന്നിനെ കുറിച്ച് ഒരുപാട് ആലോചിക്കാതെ കൂടുതൽ സമയം ചെലവാക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കുറച്ചു ദിവസത്തേക്ക് ഫോണിൽ പോലും നോക്കരുത്. 1-2 ദിവസം കഴിഞ്ഞ സമയം പോകാനും ഒന്ന് മനസ്സ് ഫ്രഷ് ആവാനും എന്തെങ്കിലും ബുക്സ് ഒക്കെ വായിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതല്ല മാഡം. മിണ്ടി പോരുത്. രാജു ടാബ്ലറ്റ് കഴിച്ചതല്ലേ ഉള്ളൂ. ഇത് ഉറങ്ങാനുള്ള സമയം. കിടന്നറിയിക്കേ. ഋതിക മാഡം എന്തേ കാണിക്കുന്ന? എന്താ? എന്റെ കാലിൽ ഋതിക മാഡം. അത് വേണ്ട മാഡം, കൈയെടുക്ക. രാജു, സുഖമില്ലാതിരിക്കുമ്പോ ഇങ്ങനെയുള്ള ഫോർമാലിറ്റികളും മനസ്സിലിട്ട് വെറുതെ വാശി പിടിക്കല്ലേ? അതല്ല മാഡം, ഞാൻ രാജു കൂടുതലൊന്നും പറയണ്ട. ഞാൻ പറയുന്നുണ്ടെന്ന് അനുസരിച്ചാ മതി. മാഡം മിണ്ടി പോരുത്, പറഞ്ഞേക്കാം. ഇനി കണ്ണടിച്ച് കിടന്നോ, ഉറക്കം വന്നോളൂ. സോറി രാജു,
ആ DNA റിപ്പോർട്ട് ഞാനാ എടുത്ത് മാറ്റിയത്. ദിവ്യയോടൊന്നല്ല, ഒരു പെണ്ണിനോടും ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ചെയ്യുന്നതും വലിയൊരു തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ പക്ഷെ അത് ചെയ്തതും എന്റെ പ്രണയത്തിന് വേണ്ടിയാ രാജു. ആ DNA റിപ്പോർട്ട് പുറത്തു വന്ന എല്ലാത്തിന്റെ അവസാനം രാജുവിനെ പിരിഞ്ഞെനിക്ക് പോവേണ്ടി വരും. രാജുവിനെ ഒരുപാട് പ്രണയിക്കുന്ന ഋതികയ്ക്ക് എന്നേക്കുമായി രാജുവിനെ പിരിയാൻ, രാജുവിന്റെ ഋതിക അല്ലാതെ അവൻ ഇനി ഒരിക്കലും കഴിയില്ല. എനിക്ക് നിന്നെ വേണം രാജു. നിന്റെ കൂടെ എനിക്ക് ജീവിക്കണം. നിന്നെ പിരിയാതിരിക്കാനാ രാജു ഞാൻ. ഐ എം സോറി രാജു, ഐ എം സോറി. മാഡം, വേണോട്ടൻ എന്നോട് ക്ഷമിക്കണം. രാജുവിന് ഓപ്പറേഷൻ ആവശ്യമായ പണവും കൊണ്ട് ഞാൻ വന്നതായിരുന്നു. പക്ഷേ പ്രതാപേട്ടൻ അവിടെ വെച്ച് കണ്ടപ്പോ രാജുവിനിപ്പോ എങ്ങനെയുണ്ട് വേണോട്ട? ദൈവാനുഗ്രഹം കൊണ്ടും എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ടും അവൻ സുഖമായിരിക്കുന്നു മാഡം. രാജു ആണല്ലോ എന്റെ മകളെ വിവാഹം കഴിച്ചത്. അതെന്നോട് പറയാനാണല്ലേ വേണുവേട്ടൻ ഒരുപാട് ആലോചിച്ചതും ഭയന്നതും. പത്മാവതി മാഡത്തിന്റെയും വർമ്മ സാറിന്റെയും കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം വയറു നിറഞ്ഞു പോയിരുന്ന ഒരു കുടുംബം ഞങ്ങളുടേത്. നിങ്ങളുടെ ഒന്നും നിഴൽവട്ടത്ത് നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ മകൻ ആ രാജകുമാരി വിവാഹം കഴിച്ചുകൊണ്ടുവന്നത് ഒരു എന്റെ മകളെ വിവാഹം കഴിച്ചതിൽ പരം സന്തോഷം എനിക്ക് വേറെ എന്താ വേണുവേട്ടാ? എന്റെ മോൾക്ക് വേണ്ടത് അവൾക്ക് ചുറ്റുമുള്ള അപകടങ്ങളിൽ നിന്നുള്ള സുരക്ഷയാണ്. വേണുവേട്ടന്റെ മകന്റെ സംരക്ഷണയിൽ അവളെ സന്തോഷത്തോടെയും സുരക്ഷയോടെയും എന്നും ജീവിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അവൾക്കും അത് മനസ്സിലായതുകൊണ്ടാവും അവളും മുന്നോട്ടുള്ള ജീവിതത്തിന് കൂട്ടായി രാജുവിനെ തന്നെ തിരഞ്ഞെടുത്തത്. എനിക്ക് സമാധാനമായി മാഡം. മാഡം എന്നെക്കുറിച്ചും എൻ്റെ രാജുവിനെ കുറിച്ചും എന്ത് വിചാരിക്കുന്ന ധർമ്മസങ്കടത്തിലായിരുന്നു ഞാൻ. എനിക്കിപ്പോഴാ ശ്വാസം നേരെ വീണത്. ആ മാഡം അകത്തേക്ക് വാ. മാഡം, മോളവിടെ ഇരിക്കേ. വേണ്ട. എങ്ങനെയുണ്ട് രാജുവിനിപ്പോ? പഴയതുപോലെ ആക്റ്റീവായി വരാൻ ഒരാഴ്ച കൂടി എടുക്കുമെന്ന ഡോക്ടർ പറഞ്ഞത്. ആന്റി ആയിരുന്നു വേണുവെങ്കിലിനെയും രാധമ്മയും ഹോസ്പിറ്റലിൽ എത്തിച്ചതല്ലേ? നന്ദിയുണ്ട് ആന്റി. എന്താ മോളെ ഇത്? മോള് ആന്റിയുടെ ജീവൻ രക്ഷിച്ച ആളല്ലേ? മോൾക്ക് വേണ്ടി ഈ ആന്റി എന്ത് ചെയ്താലും മതിയാവില്ല. ആന്റിക്ക് രണ്ടാം ജന്മം തന്നത് മോളല്ലേ? ആന്റിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോ ഒന്നും ആലോചിക്കാതെ ഓടി വന്ന് ധൈര്യമായിട്ട് ആന്റി എടുത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ എനിക്ക് പറ്റി. പക്ഷെ രാജുവിനങ്ങനെ സംഭവിച്ചപ്പോ എന്റെ ശരീരം ആകെ തളർന്നുപോയി ആന്റി.
എന്താ ചെയ്യേണ്ടെന്നറിയാതെ ഞാനാകെ ഞാനാകെ ഒരു മരവിച്ച അവസ്ഥയിലായി പോയി. ഏയ് കരയാതെ മോളെ. അത് മോൾക്ക് മോളുടെ രാജുവിനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ. മോൾക്ക് ആന്റി ആരാന്നറിയാത്തതുകൊണ്ട് ആന്റി ആശുപത്രിയിൽ എത്തിക്കാൻ മോള് ധൈര്യമായിട്ട് വന്നു. മോൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ആക്സിഡന്റ് ആയത് കണ്ടപ്പോ മോൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനായി. അത്രേ ഉള്ളൂ. രാജു, എന്താ രാജു, വെള്ളം വേണോ? എണീക്കണോ? വേണ്ട മാഡം. അല്ല മാഡം, ഇത് രാജു, ഞാനൊന്ന് പറഞ്ഞില്ലേ, ഞാൻ ആശുപത്രിയിൽ എത്തിച്ച ഞാനും വേണുവെങ്കിലും അതിനുശേഷം സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ട അയ്യോ ആന്റി, സോറി, ഞാനൊന്ന് ചോദിക്കാൻ മറന്നു. ആന്റിയുടെ പേരെന്തായിരുന്നു? മീര. ഞാനും നിന്റെ പേര് പറഞ്ഞില്ലായിരുന്നല്ലേ? സോറി മോളെ, എന്റെ പേര് മീര എന്നാ. ആന്റിയുടെ ഹസ്ബൻഡും കുട്ടികളും ഒക്കെ? അവര് ഓസ്ട്രേലിയയിലാ മോളെ. ആന്റിക്ക് എത്ര മക്കള്? അത് ഒരാളേ ഉള്ളൂ. മോളുടെ പ്രായം തന്നെ അവൾക്കും. ആണോ? എന്താ ആന്റിയുടെ മോളുടെ പേര്? ഞാൻ അവളെ വിളിക്കുന്നത് ചിന്നുന്നാ. ഞാനും അവരുടെ കൂടെ ഓസ്ട്രേലിയയിലായിരുന്നു. ഇപ്പോ രണ്ടുപേരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ തനിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നു. അയ്യോ, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് രാജുവിന് ബുദ്ധിമുട്ടായോ? ഏയ് ഇല്ല മാഡം. ആശുപത്രിയിലെ മിഷന്റെ മാത്രം ശബ്ദം കേട്ട് കുറച്ചു ദിവസമായി ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഋതിക മാഡവും ഒന്ന് ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന കാണുന്നത് ഇപ്പോഴാ. നിങ്ങൾ സംസാരിച്ചോ? പിന്നെ മാഡം, മാമിനെ ഞാൻ ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ടല്ലേ? എവിടെ വെച്ചാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. നീ ചെറിയ കുഞ്ഞുപ്രായത്തില് കണ്ടതാ, അതാ ഓർമ്മയില്ലാത്തത്. നിനക്ക് ഒരുപാട് മിഠായികളൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. അയ്യോ, ഞാൻ ആന്റിക്ക് കുടിക്കാനൊന്നും എടുത്തില്ലല്ലോ. ഏയ് വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. മോൾ ഇവിടെ ഇരിക്കും. ആന്റി നിങ്ങളെയൊക്കെ കാണാനല്ലേ വന്നത്? ആന്റി ഇറങ്ങട്ടെ മോളെ. ശരി ആന്റി.
രാജുവിന് വേഗം സുഖാവും. മോൾക്കും രാജുവിനും വേണ്ടി ആന്റി എന്നും പ്രാർത്ഥിക്കാൻ കേട്ടോ. ഇനി അങ്ങോട്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവൂ. ആ മോളെ, രാജു തനിച്ചല്ലേ, മോൾ അങ്ങോട്ട് ചെല്ലേ. ആ ശരി ആന്റി. വേണുട്ടാ, ആ എന്റെ മോളുടെ ജീവിതം രാജുവിന്റെ ഒപ്പം ആയതില് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. സ്വത്തും പണവും അവൾക്ക് ആവശ്യത്തിലേറെയുണ്ട്. അതുമാത്രം മോഹിച്ച് അവളെ വിവാഹം കഴിക്കാൻ വരുന്നവരെ ഓർത്തിട്ടാ ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം ഞാൻ ടെൻഷൻ അടിച്ച് ഓരോ ദിവസവും തള്ളി നീക്കിയത്. തീരെ ചെറുപ്പത്തിലെ തന്നെ പഠനകാര്യത്തിലും സ്വഭാവ ഗുണങ്ങളുടെ കാര്യത്തിലും മിടുക്കനായിരുന്ന ആ കുഞ്ഞു രാജുവിന്റെ മുഖം ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. രാജുവിനൊപ്പം എന്റെ മകള് സുരക്ഷിതയും സന്തോഷവതിയും ആയിരിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാ ഞാനിപ്പോ വേണുവേട്ടന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ വിശ്വാസം എന്റെ മകൻ എന്നും കാത്തു സൂക്ഷിക്കും പത്മാവതി മാഡം. വർമ്മ സാറിന്റെ കാര്യം ഓർത്താണ് എനിക്ക് പേടി.